നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടായിത്തീരുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ മാനസികമായി തയ്യാറാകും. തന്മൂലം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മേലധികാരികളുടെ പ്രത്യേക നിർദ്ദേശത്താൽ ചില ചുമതലകൾ ഏറ്റെടുക്കുവാനും ആത്മാർത്ഥമായി പൂർത്തീകരിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനിടയുണ്ട്. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകുന്നത് വഴി വസ്തുതർക്കം പരിഹരിക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആഗമനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സഹപ്രവർത്തകരോടൊപ്പം മാസത്തിൻ്റെ ഒടുവിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതുമാണ്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതുമാണ്. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ അന്തിമ നിമിഷത്തിൽ അനുകൂലമായ ഫലം വന്നു ചേരും. പുതിയ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് സംഘടനാ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനും പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും അവലംബിക്കുവാനുമുള്ള അവസരം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ പ്രാരംഭത്തിൽ അനുഭവപ്പെടുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇതൊരു ഫലപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവയ്ക്കും ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ അനുഭവയോഗ്യമാണ്. നമസ്കാരം.